അലങ്കാരത്തിന് വീട്ടിൽ മീൻ വളർത്തുന്നവർ, കിളികളെ വളർത്തുന്നവർ, ചെടികളെ വളർത്തുന്നവരൊക്കെ നമുക്കിടയിലുണ്ട്. വ്യത്യസ്തമായിട്ട് എങ്ങനെ നമ്മൾ ഇതൊക്കെ ചെയ്യാമെന്ന് ആലോചിക്കുന്നവരായിരിക്കും പലരും ഉണ്ടായിരിക്കുക. പലരും ചെടികൾ വളർത്തുന്നവരാണെങ്കിൽ വെർട്ടിക്കലായിട്ടുള്ള ഗാർഡനിങ്, അതുപോലെ തന്നെ ഇപ്പോൾ തൂക്കിടുന്ന രീതിയിൽ ചെടികൾ, അങ്ങനെ പല രീതിയിലും എങ്ങനെ ഗാർഡൻ സെറ്റ് ചെയ്യാമെന്ന് ആലോചിക്കുന്നവരായിരിക്കും. അതുപോലെ മീൻ വളർത്തുന്നവരാണെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ടാങ്കുകൾ നിർമ്മിക്കുക, നല്ല രസകരമായിട്ടുള്ള പ്ലാന്റുകൾ ടാങ്കിൽ ഇടുക, പിന്നെ ഏത് വെറൈറ്റി ഫിഷാണ് ഇടാൻ പറ്റുക അത് ഇടുക. അങ്ങനെ കാഴ്ചക്കാർ, അത് വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്കാണെങ്കിലും അല്ലെങ്കിൽ സ്വയം ആണെങ്കിലും കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ മാക്സിമം അത്രയും നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പല രീതിയിൽ. ഇന്ന് നമ്മൾ അതുപോലെ ഒരു ചെറിയൊരു ശ്രമമാണ് നടത്താൻ പോകുന്നത്. കൂടെ ഉണ്ടാവണം ഒരു ചെറിയ ശ്രമം. നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ഹാങ്ങിങ് പ്ലാന്റ്സ് പല രീതിയിൽ ചെയ്യാറുണ്ട്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന രീതിയിലാണെങ്കിലും ചിരട്ടയിലാക്കിയിട്ട് അല്ലെങ്കിൽ പാത്രങ്ങളിലാക്കിയിട്ട്, പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളാക്കിയിട്ടൊക്കെ പല സുഹൃത്തുക്കളും ചെയ്യാറുണ്ട്. നമ്മളിന്ന് എന്ത് ചെയ്യണേ, ഈ മെത്തേഡിന് പകരം നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതിന് പകരം നമ്മൾ ഗ്ലാസ്സുകൾ തൂക്കിയിട്ടിട്ട് ഗ്ലാസ്സുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫൈറ്ററിനെ അല്ലെങ്കിൽ ഗപ്പികളൊക്കെ ഇറക്കി വിട്ടാൽ എങ്ങനെ ഉണ്ടാവും. ഇതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. കൂടെ ഉണ്ടാവണം. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ മറ്റുള്ള സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ കൂടി ശ്രമിക്കണം. ഒരു ശ്രമമാണ് നടത്തുന്നത്. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് അറിയിക്കുക. ആദ്യം തന്നെ നമ്മളിവിടെ എടുത്തുള്ള മെറ്റീരിയൽസാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇത് നമുക്ക് സ്ക്രാപ്പ് കടയിൽ നിന്നൊക്കെ കിട്ടും. വാൾഫേൻ്റെ ആ ഒരു ടോപ്പാണിത്. ഇതിലാണ് നമുക്ക് ഹാങ് ചെയ്തിടാനുള്ളത് നമ്മുടെ ഗ്ലാസ്സുകളൊക്കെ. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കുറച്ച് ഗ്ലാസ്സുകൾ നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ഗ്ലാസ്സുകൾ കെട്ടാനും വേണ്ടിയിട്ടുള്ള നൂലാണിത്. ഈ നൂലെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ സംഭവം നമുക്ക് തന്നെ തൂക്കിയിടണ്ടേ, ആ തൂക്കിയിടാനും വേണ്ടിയിട്ട് നമ്മളിവിടെ ഈ ഒരു ഇതെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചെടിച്ചട്ടിക്ക് തൂക്കിയിടുമല്ലോ, ആ സംഭവമാണ്. അപ്പോൾ ഇതും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതെല്ലാം കൂടിയുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ ചെടിച്ചട്ടി തൂക്കുന്ന കയറുണ്ടല്ലോ, ആ കയറിൻ്റെ അടിവശം അയച്ചെടുത്തിട്ട് 4 ഇതളുകളായിട്ട് ഈ ഒരു സംഭവത്തിൻ്റെ, അതായത് ഈ ഫാനിൻ്റെ ടോപ്പ് ഉണ്ടല്ലോ, ഇതിൻ്റെ 4 സൈഡിൽ നമ്മളിങ്ങനെ കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, ഇതുപോലെ കെട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്ത് ചെയ്ത് തിരിച്ചിങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ, കറക്റ്റ് ഇങ്ങനെ സെറ്റായിട്ടിരുന്നു. ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യുക, എവിടെയെങ്കിലും ഒന്ന് തൂക്കിയിടുക എന്നുള്ളൂ ഈ ഹുക്ക് ഉപയോഗിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഈ ഷീറ്റ് അടിച്ചിട്ടുള്ള ഈ ഭാഗത്ത് കമ്പിയിലായിട്ട് നമ്മൾ കയറ് കെട്ടി കൊടുത്തിട്ടുണ്ട് ബെൽറ്റിന്. ഇനി അതിലാണ് നമ്മളിതിങ്ങനെ തൂക്കിയിടുന്നത് കേട്ടോ. കണ്ടില്ലേ, കറക്റ്റായിട്ട് കണ്ടില്ലേ, സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഓരോ ഏരിയകളിലായിട്ട് നമ്മൾ ഇനി എന്ത് ചെയ്യണം, ഗ്ലാസ് തൂക്കിയിടാൻ പോകും കേട്ടോ. ഇനി നമ്മൾ മെഴുകുതിരിയൊക്കെ ഇവിടെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്ലാസ് എടുത്തിട്ടുണ്ടല്ലോ, ഈ ഗ്ലാസ്സിന് ഹോൾ ഇടാൻ പോവാം കേട്ടോ. അപ്പോൾ നമ്മളതിന് വേണ്ടിയിട്ട് ഇരുമ്പിൻ്റെ ഒരു ആണി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആണി മെഴുകുതിരി തീ കത്തുന്നുണ്ടല്ലോ അവിടെ നല്ല രീതിയിൽ ചൂടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ഹോൾഡാൻ പറ്റും. നമ്മൾ രണ്ടാമത് ഹോൾ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ അളവായിരിക്കണം, കറക്റ്റ് സെൻറ്റർ ആയിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഗ്ലാസ് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെന്നാനുള്ള ചാൻസ് ഉണ്ട് ലോഡ് വരുമ്പോൾ. അപ്പോൾ ആ കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇനി ഇതുപോലെ ഹോൾ ഇട്ട പോലെ നമുക്ക് എന്ത് ചെയ്യണം, ഏകദേശം ഒരു 10-12 പീസ് നമ്മൾ തുടക്കത്തിൽ ഒന്ന് ഹോൾ ഇട്ട് വെക്കാൻ പോവാണ്. പഴയ കർട്ടൻ്റെ പിന്നാണ് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ സംഭവം ഇപ്പോൾ വെറുകേരയിൽ നിന്ന് ഇപ്പോൾ കിട്ടിയതാണ്, തിരഞ്ഞപ്പോൾ നമ്മൾ കമ്പി തിരഞ്ഞപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മളിത് സെപ്പറേറ്റ് ചെയ്തിട്ട് 2 കമ്പി നീളത്തിലെടുത്തിട്ട് ഇതുപോലെ ഇട്ടിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല രസമായിട്ട് തന്നെ ഇതുപോലെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇനി ഇവിടെ മാത്രം നൂല് കൊടുത്താൽ മതി. നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നത് ഇവിടെയും നൂലിട്ടിട്ട് അങ്ങനെ പൊക്കാമെന്ന് വിചാരിച്ചിരുന്നത്. പിന്നെ നമ്മൾ കെട്ടമ്പി നോക്കിയതാണ്, അപ്പോഴാണ് ഈ സംഭവം കിട്ടിയത്. അപ്പോൾ ഇത് വെച്ചിട്ട് കറക്റ്റ് ഇങ്ങനെ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് മൊത്തം ഒരു 10-12 ഗ്ലാസ് നമ്മളിപ്പോൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് മൊത്തം ഇതുപോലെ സെറ്റ് ചെയ്യാനുണ്ട്. അങ്ങനെ നമ്മൾ തൂക്കിയിടാനുള്ള ഗ്ലാസ്സുകളുടെ പണിയൊക്കെ തീർത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും. ഇനി ഇത് തൂക്കി കഴിഞ്ഞാൽ അറിയാം എത്രത്തോളം ഭംഗി ഉണ്ടാവുമോ ഇല്ലയെന്നുള്ളതൊക്കെ കേട്ടോ. നമ്മുടെ ചെടിച്ചട്ടികൾ ഇവിടെ തൂങ്ങുന്നുണ്ട് കേട്ടോ. അത് സെറ്റായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ കെട്ടിയിട്ടുള്ള കയറിൻ്റെ അറ്റമൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാനുണ്ട്. അതൊക്കെ നമ്മൾ ഫിനിഷിങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഗ്ലാസ് നമ്മളിവിടെ കെട്ടി തൂക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി വെള്ളമൊക്കെ വരുമ്പോൾ എത്രത്തോളം ലോഡ് വരുമ്പോൾ അത് താങ്ങുമോ ഇല്ലയോ എന്നൊക്കെ അറിയില്ല. നമുക്ക് എങ്ങനെയായാലും ബാക്കിയുള്ള പണികൾ തീർക്കാം. അൽഹംദുലില്ലാ നമ്മുടെ പണികളൊക്കെ ഇവിടെ പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു എസ് രൂപത്തിൽ ഇങ്ങനെ കണ്ടില്ല, ഇങ്ങനെ തിരിഞ്ഞ് വന്നിറങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് വെള്ളം നിർത്താനുണ്ട്. ഉപ്പോടെ വെള്ളം കുറഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം ഇതിലൊഴിക്കുക. ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫൈറ്ററിനെ നമുക്ക് എന്ത് ചെയ്യുക, ഇതിൽ ഇറക്കി കൊടുക്കട്ടോ. നമ്മൾ കുറച്ച് ഗ്ലാസ്സുകൾ എടുത്ത് 3 ഗ്ലാസ്സുകൾ ഇവിടെ ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഈ എൻഡ് തൊട്ടിട്ട് കണ്ടില്ലേ ഇങ്ങനെ തിരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ.
നമ്മൾ ഒരു സൈഡിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത സമയത്ത് അവിടെ ലോഡ് കൂടിയ കാരണം ആ സൈഡിലേക്ക് നമ്മുടെ ഈ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, റൗണ്ട് ഷേപ്പ് കിട്ടാനുള്ള സംഭവം ആ സൈഡിലേക്ക് മറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഈ സൈഡിലൊക്കെ വെള്ളം ഒരേപോലെ ലോഡ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ഇരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കേട്ടോ. വെള്ളത്തിൻ്റെ അളവ് കൂടുക കുറേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മുകളിലുള്ള ആ സംഭവത്തിലും ആ ഒരു വ്യത്യാസം കാണിക്കും. അങ്ങനെ നമ്മൾ മൊത്തത്തിൽ വെള്ളം നിർത്തിയിട്ടുണ്ട് കേട്ടോ. മാഷാ അല്ലാഹ്, നല്ല രസമായിട്ടുണ്ട് കേട്ടോ കാണാൻ. ഇനി ഫൈറ്ററും കൂടി ചെല്ലുമ്പോൾ ഒന്നും കൂടി ഭംഗി കൂടും. നമ്മൾ ആദ്യ ഫൈറ്ററിനെ ഇറക്കി വിട്ടിട്ടുണ്ട്. നമ്മളിവിടെ ഫൈറ്ററിനെ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മളിവിടെ വൈറ്റ് നൂല് നമ്മൾ കെട്ടിക്കൊടുത്തത് ബാക്ക്ഗ്രൗണ്ടിൽ ഇതിങ്ങനെ, അതായത് ഇത് മാത്രം ഇങ്ങനെ നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യണം. പക്ഷേ ഇവിടെ നൂല് നല്ല രീതിയിൽ തന്നെ എടുത്ത് കാണിക്കുന്നത്. എനിക്കൊണ്ട് കങ്കൂസ് നൂലാണെങ്കിൽ ഒന്നും കൂടി ബെറ്ററായിട്ട് അവിടെ ഇങ്ങനെ ഹൈഡായി കെടുക്കുന്നു വിചാരിക്കുന്നത്. പക്ഷേ ഈ നൂല് കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ പൂച്ചകൾ എന്തെങ്കിലും അടിയിൽ നിന്ന് കയറുമോ എന്നുള്ള ചെറിയൊരു പേടി മാത്രമേ ഉള്ളൂ. ചാടി ഇവർ തറയിൽ നിന്ന് ഇങ്ങനെ ചാടി പിടിക്കുമെന്നുള്ള പേടി മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ല രീതിയിൽ തന്നെ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. മെയിനായിട്ട് ഇങ്ങനെയൊക്കെ ചെടികളൊക്കെയാണ് അധികം ചെയ്ത് കണ്ടുള്ളത്. ആരും ഇതുപോലെ ഫൈറ്ററിനെ ആക്കാനോ അല്ലെങ്കിൽ ഗപ്പികളാക്കാനോ ഒന്നും ശ്രമിച്ചതായിട്ട് കണ്ടില്ല. ഗപ്പികളും ഇങ്ങനെ ആക്കാം, പക്ഷേ ഗപ്പികൾക്ക് ഒന്ന് നമ്മൾ ഇപ്പോൾ ഫൈറ്ററിനെ ബോട്ടിൽ ചെയ്ത് വളർത്താറുള്ള മീനായതുകൊണ്ട് ഫൈറ്റർ ചെയ്യുന്നത് കുഴപ്പമില്ല. പക്ഷേ ഗപ്പികൾ അവർ നീന്തി തുടിച്ച് നടക്കുന്ന മീനുകളല്ലേ, അപ്പോൾ അവർക്ക് ഗപ്പി ടാങ്ക് തന്നെ ആയിരിക്കും ഉചിതം, ഇതിനേക്കായി നല്ലത്. അപ്പോൾ ഫൈറ്ററൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ നമുക്ക് സ്പേസ് ലാഭിക്കാൻ പറ്റും. കാരണം ഇങ്ങനെയുള്ള ഈ ഒരു ചെറിയൊരു റൗണ്ട് സ്പേസിനകത്താണ് കുത്തനെ നിർത്തിയിട്ടുള്ളത് കേട്ടോ, ഇങ്ങനെ തൂക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ മറ്റ് പൂച്ചകളുടെയും മറ്റെന്തെങ്കിലും ശല്യം ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവരിവിടെ നല്ല രീതിയിൽ തന്നെ നിൽക്കും. കാരണം കമ്പിയൊക്കെ ഇട്ടിട്ട് നൂലൊക്കെ ഇട്ടിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നമ്മളിത് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല കളർഫുൾ തന്നെ ആയിട്ടുണ്ട്. നമ്മളെ കയ്യിൽ ഇപ്പോൾ നിലവിലുള്ള കുറച്ച് മിക്സഡ് ഫൈറ്ററൊക്കെയാണ് ഇതിനകത്ത് ഇറക്കിയിട്ടുള്ളത്. ഇതിനകത്ത് പേര് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു റെഡ് OHM അതുകൊണ്ട്, പിന്നെ ബിഗ് ഇയർ ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് മിക്സഡ് ആയിട്ടുള്ള ബ്ലൂ ഉണ്ട്, അങ്ങനെ കുറച്ച് പല കളറായിട്ടുള്ള ഫൈറ്ററാണ് ഇപ്പോൾ ഇതിനകത്ത് നമ്മളാക്കിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഇന്നത്തെ ഈ ഒരു പരീക്ഷണം വിജയകരമായിട്ട് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നേരിട്ട് ഇവിടെ കണ്ടവർക്കൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് അറിയിക്കുക. പിന്നെ നമ്മൾ അലങ്കാരത്തിന് മത്സ്യങ്ങൾ വളർത്തുകയാണെങ്കിലും ചെടികൾ വളർത്തുകയാണെങ്കിലും നമ്മളത് എങ്ങനെ വ്യത്യസ്തമായിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമോ, അപ്പോൾ കാഴ്ചക്കാർക്കും അത്രത്തോളം അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുമാത്രമല്ല 1% ഒരു പക്ഷേ ഇതിൻ്റെ മാർക്കറ്റ് സാധ്യത വർദ്ധിപ്പിക്കാൻ ഇത്തരത്തിൽ വ്യത്യസ്തമായ രീതികളിൽ നമ്മളിത് പ്രസൻറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇത് വളർത്തുന്ന കർഷകർക്കും അല്ലെങ്കിൽ വിൽക്കുന്ന വിൽപ്പനക്കാർക്കും കഴിയുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് മൈ ഫാമിങ്ങിലെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്ത ദിവസം കാണാം.